തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ ഭരണ പ്രതിപക്ഷ വാക്പോര്. KSRTC ബസ് തടഞ്ഞ സംഭവത്തിൽ മേയറെ പിന്തുണയ്ക്കുന്ന പ്രമേയം ചട്ടലംഘനമെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. എന്നാൽ പ്രമേയം പാസാക്കിയിട്ടില്ലെന്നും ആരോപണം തെളിയിക്കാൻ വെല്ലുവിളിക്കുന്നതായും മേയർ പ്രതികരിച്ചു. തുടർന്ന് സഭ ബഹിഷ്കരിച്ച BJP കൗൺസിലർമാർ നഗരസഭയ്ക്ക് പുറത്തിറങ്ങി മുദ്രാവാക്യം മുഴക്കി പ്രതിഷേധിച്ചു. കൂടുതൽ വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേർന്നുണ്ട്. പ്രശാന്ത്, വളരെ ശക്തമായൊരു പ്രതിഷേധം തന്നെയാണ് നമ്മൾ കണ്ടത്. നേരത്തെ പ്രതിപക്ഷ അംഗങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു പ്രമേയം പാസ്സാക്കിയിട്ടില്ല എന്ന് അവർ പറയുമ്പോഴും നിലവിൽ വാക്കുകൾ കൊണ്ട് ഈ ഒരു പ്രമേയം പാസ്സാക്കിയിരിക്കുന്നു എന്നുള്ളൊരു കാര്യം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എങ്ങനെ നോക്കിക്കാണാം? വിഷ്ണു, മഴക്കാലപൂർവ്വ ശുചീകരണവുമായി ബന്ധപ്പെട്ടൊരു പ്രത്യേക കൗൺസിൽ യോഗം വിളിച്ചു ചേർത്തിരുന്നു. ഈ കൗൺസിൽ യോഗത്തിലാണ് പ്രതിഷേധം ഉണ്ടായിരിക്കുന്നത്. BJP കൗൺസിൽ അംഗങ്ങളാണ് ഇതിൽ പ്രതിഷേധം ഉയർത്തിയത്. അതായത് കഴിഞ്ഞ കൗൺസിൽ യോഗം ചേർന്ന സമയത്ത് KSRTC ഡ്രൈവർ വിഷയത്തിൽ മേയർക്ക് അനുകൂലമായിട്ടൊരു പ്രമേയം തയ്യാറാക്കുകയുണ്ടായി, ഒരു പാസ്സാക്കിയുണ്ടായി. ആ പ്രമേയം ചട്ടലംഘനമാണെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം ഉണ്ടായത്. അതായത് BJPയുടെ പ്രതിപക്ഷ കൗൺസിൽ അംഗമായ MR ഗോപനാണ് ഈ വിഷയം സഭയിൽ ഉന്നയിച്ചത്. അതേ തുടർന്ന് വലിയ ചർച്ച ഉണ്ടാകുകയും ഇത് ഭരണപക്ഷ പ്രതിപക്ഷ ബഹളത്തിലേക്ക് ചെന്നെത്തുകയും ഒക്കെ ചെയ്തു. അതായത് നഗരസഭാ കൗൺസിൽ നിയമപ്രകാരം അല്ലെങ്കിൽ നഗരസഭാ ചട്ടപ്രകാരം ഇത്തരത്തിലൊരു പ്രമേയം പാസ്സാക്കുന്നത് ചട്ടലംഘനമാണെന്ന് ആരോപിച്ചായിരുന്നു ഇത്തരത്തിൽ പ്രതിഷേധമുണ്ടായത്. അതായത് ഈ വിഷയത്തിൽ ഈ ചട്ടലംഘനം നടന്നിരിക്കുന്നു, അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രമേയം പിൻവലിക്കണമെന്നും സഭയിൽ BJP അംഗങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ ഇത്തരത്തിലൊരു പ്രമേയം പാസ്സാക്കിയിട്ടില്ല എന്നാണ് ഈ മേയർ അടക്കമുള്ളവർ ഭരണപക്ഷത്തിരിക്കുന്ന കൗൺസിലർമാർ പറയുന്നത്. എന്നാൽ വാക്കാൽ ഇത്തരത്തിലുള്ള DRLന്റെ നേതൃത്വത്തിലൊരു വാക്കാൽ പ്രമേയം പാസ്സാക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതിൽ തുടർന്നാണ് പ്രതിപക്ഷാംഗങ്ങൾ കൗൺസിലിന്റെ നടുത്തളത്തിലിറങ്ങി BJP കൗൺസിലർമാർ നടുത്തളത്തിലിറങ്ങി ബഹളം വയ്ക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്നാണ് ഇത്തരത്തിൽ ഇരുപക്ഷവും, അതായത് ഭരണപക്ഷ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ വാക്പോര് രൂക്ഷമാകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. അതിനുശേഷമാണ് സഭ വിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് ചെന്നെത്തിയത്. ഇത്തരത്തിൽ ചട്ടലംഘനം നടന്നിരിക്കുന്ന വിഷയം, അതായത് ഈ നഗ്നമായ ഒരു ചട്ടലംഘനം ഈ വിഷയത്തിൽ നടന്നിരിക്കുന്നു എന്നാണ് BJP കൗൺസിലർമാർ ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രമേയം പിൻവലിക്കാൻ തയ്യാറാകണമെന്നും ഈ കൗൺസിലർമാർ പറയുകയുണ്ടായി. അതായത് ഇത്തരത്തിൽ നഗരസഭാ ചട്ടങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ടൊരു പ്രമേയം ഈ വിഷയത്തിൽ പാസ്സാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രമേയം പിൻവലിക്കണമെന്നാണ് ഇപ്പോൾ BJP അംഗങ്ങളും ആവശ്യപ്പെടുന്നത്. എന്തായാലും ശക്തമായൊരു പ്രതിഷേധമാണ് സഭയിലുണ്ടായത്, മേയർക്കെതിരെ ഉണ്ടായത്. നേരത്തെ തന്നെ നമുക്കറിയാം ഈ KSRTC വിഷയത്തിൽ മേയറുടെ ഭാഗത്ത് രൂക്ഷമായ വിമർശനങ്ങൾ ഇപ്പോൾ കോടതിയുടെ ഭാഗത്ത് വരെ ഉണ്ടായ ഒരു സാഹചര്യമുണ്ട്. കേസെടുക്കാൻ നിർദ്ദേശിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ സാഹചര്യങ്ങൾ കൂടി നിലനിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ BJP അംഗങ്ങൾ കൂടി ഈ പ്രമേയവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആ വിഷയത്തിൽ ഒരു പ്രതിഷേധം ഉണ്ടാകുന്നത്. എന്തായാലും അതിനുശേഷം സഭയ്ക്ക് പുറത്തേക്ക് ഇറങ്ങിയ പ്രതിപക്ഷാംഗങ്ങൾ സഭയ്ക്ക് പുറത്തും നഗരസഭയ്ക്ക് പുറത്തും മുദ്രാവാക്യം വിളിക്കുകയും ഒക്കെ ചെയ്തു. അതിനുശേഷമാണ് സഭ ബഹിഷ്കരിക്കുന്ന നടപടിയിലേക്ക് ചെന്നെത്തിയത്. വ്യക്തമാണ്. പ്രശാന്താണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.